ഇവിടെ നമ്മൾ പൂന്തി എന്ന് പറയും ഇതിന്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന്റെ പേരെന്നൊന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു. അതാ അടുത്ത മീന് ജമ്പ് ചെയ്ത്. അതാ എന്തടാ കരിമീന് വിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കൊഞ്ചുമായിട്ടൊരു കാട്ടിനകത്ത് വന്നിട്ടുണ്ട്. പൂവാറ്. നമ്മൾ 4 പേര് വന്നിട്ടുണ്ട്. അനു, ഞാൻ, ഉണ്ണി, സുരേഷ് ബ്രോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം കൊള്ളാമെന്നുള്ള സ്പേസാണ്. കണ്ടില്ലേ, ഹിഡൻ സ്പോട്ട് ഒരു കാടാണ്. അപ്പോൾ കൊഞ്ചായിട്ട് ബൈറ്റ് ആയിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന മീനുകൾ കാര, വേറെ എന്ത് തോന്നാം കിട്ടുന്നതിനെ പിടിക്കുക. അപ്പം നേരെ നമുക്കപ്പോഴും ഞാനിനി മീൻ പിടിക്കുന്ന ആ സ്പോട്ടിലെത്തിയിട്ട് ബാക്കി കാണാം. നമുക്ക് സൂപ്പർ പ്ലേസാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പൂവാറാണ്, കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പോൾ നമ്മൾ വന്നത് കൊഞ്ചാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 പേര് ചൂണ്ടയിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനു, ഉണ്ണി, സുരേഷ് 3 പേരും മത്സരിച്ച് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ പോയി ഒന്ന് കയറിയിട്ട് പോവുമായിരുന്നു, പോയി കിട്ടിയില്ല. അതാ അനു അടിച്ചിരിക്കുകയാണ്. അത് അനു ഏതാ മീനത്? പാര അടിച്ചിരിക്കുന്നു. കൊണ്ടോ അനു അതാ കാത്തിരുന്ന് ഒരു മീൻ അടിച്ച്. അനുവിൻ്റെ ആ മുഖത്തുള്ള സന്തോഷം. അനു ഒന്ന് വിളിക്കണേ. അത് പാട്ട് പാടിയാണ് വിളിക്കണേ. അങ്ങനെ അനുവാന്നും മീൻ അങ്ങോട്ട് കളി കണ്ടില്ല. നല്ലൊരു പാര അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മീൻ അനു അടിച്ചിരിക്കുകയാണ്. അടിപൊളി സൈസ് കിണ്ണം കച്ചി സാധനം. അനുവിൻ്റെ മുഖം പോലെ ഉണ്ട്. അങ്ങനെ അനു ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ്. അതാ ഒന്ന് കയറട്ടെ, അതെങ്കിലും കിട്ടുമോ? കരയ്ക്ക് കയറുമോ? കയറി. അതായത് കാരയാണ്. അതാ അടുത്ത മീൻ ജമ്പ് ചെയ്ത്. അതാ എന്തടാ കരിമീന് വിട്ട്. ഉണ്ണി പോയി. ഉണ്ണി പരാജയപ്പെട്ടു. അനു ആ മീനൊക്കെ വാങ്ങും അവിടെ ഇങ്ങോട്ട് ഡയറക്റ്റ് ഇട്ടോ. അങ്ങനെ ഉണ്ണി ഒരു കരിമീനെ പിടിച്ചിട്ട് അതിന് സുഖവാസത്തിന് വിട്ടിരിക്കുകയാണ്. ഉണ്ണി എന്താടാ ഉണ്ണി? അങ്ങനെ പറവറ മീൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മീനിലേക്ക് 3 പേരും ഇഞ്ചോടിഞ്ച പോരാട്ടത്തിൽ. അതാ അടുത്ത മീൻ വന്നിരിക്കുകയാണ്. അതായത് വറ്റ അടുത്തൊരു വറ്റ കിട്ടിയിരിക്കുകയാണ്. വറ്റക്കുഞ്ച് വറ്റ തന്നെ ഒരു കാര അടിച്ചിരിക്കുകയാണ്. വീണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരെണ്ണമാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ മീൻ ഇവനാണ്. 11 ആണ്. വീണ്ടും വീണ്ടും മറ്റേ അടിച്ചിരിക്കുകയാണ്. ഈ സ്പോട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ അയച്ചു തരും. ഇവിടെ ചാകരയാണ് മീനെന്ന് പറഞ്ഞാൽ ചാകര. ഓഹോ, അതാ അനു വീണ്ടും അടിച്ചിരിക്കുകയാണ്. അനു ഏടാ അനു? കാര, വീണ്ടും കാര. ഇവന് വറ്റ മാത്രമേ പിടുത്തുള്ളൂ, വേറെ ഒന്നുമില്ല. വറ്റ ഒന്ന് അടുത്തോട്ടൊന്ന് കാണിക്കൂടാ. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ കാര, വെള്ളിക്കാര. നല്ല സൗണ്ട് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതിന് അത് ആ ഹുക്കൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എണ്ണക്കിൽ അടിച്ചേ. നാവിലാണ് അടിച്ചത്. കൊഞ്ച് നല്ല റിസൾട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഉണ്ണി വീണ്ടും അടിച്ച മീനെ തന്നെ പൊക്കി ഉണ്ണി. തലയില്ലാത്ത കൊഞ്ച് എടുക്കൂലടാ മണ്ട. അങ്ങനെ വീണ്ടും ഉണ്ണി ഒരു കാര പിടിച്ചിരിക്കുകയാണ്. പൂന്തി. ഉണ്ണിക്കൊരു വെറൈറ്റി മീൻ കിട്ടിയിരിക്കുകയാണ്. പൂന്തി എന്ന് പറയും നമ്മളവിടെ. ഉണ്ണി ജസ്റ്റ് കൊണ്ട് കൊണ്ടോ കാണട്ടെ. കടിക്കാന്നില്ല, അതിൻ്റെ ദേഹത്തൊരുമ്പോൾ അതിന് മുള്ളുണ്ട് ചെറിയ. ശരി ഉണ്ണി, ഇത്രയ്ക്ക് പേടിക്കരുത്. ആ ചെറിയൊരു മീനിനെ കണ്ട്. ഏതൊരു വെറൈറ്റി മീൻ കിട്ടിയ ടേസ്റ്റ് കൂടിയൊരു മീനാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. മാവ് പോലെ ഇരിക്കും തിന്ന് കഴിഞ്ഞാൽ. ഇങ്ങോട്ടുണ്ട് നല്ല അടിപൊളി കണ്ടില്ല. നല്ല ഹെവി സാധനമാണ് ഇത്. ഇത്രയും സൈസേ കിട്ടത്തുള്ളൂ നമുക്കിവിടെ. പക്ഷെ വലുതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല
തിന്നാൻ ടേസ്റ്റുള്ള മീനാണ്. ഇവിടെ നമ്മൾ പൂന്തി എന്ന് പറയും ഇതിന്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ബൈ എന്ന് പറയാൻ തുടങ്ങിയില്ലല്ലോ, തീർന്നില്ലല്ലോ.